നമുക്കെല്ലാവർക്കും അറിയാം പൃഥ്വിരാജ് സുകുമാരൻ ഒരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ അതിൻ്റെ ടെക്നിക്കാലിറ്റീസിൽ ടെക്നിക്കൽ സൈഡിൽ വർക്ക് ചെയ്തവർ ഇൻഡസ്ട്രിയിലെ ഏറ്റവും പെർഫെക്ഷനിസ്റ്റ് ആയിരിക്കും എന്നുള്ളതിൽ ഒരു ഡൗട്ടുമില്ല. സോ ദിസ് ഈസ് മൈ കോൾ ടു ഓൾ ദ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് L2E എമ്പുരാൻ. അതിലെ ഓരോരുത്തരെയാണ് വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. മ്യൂസിക് സൈഡ് ലീഡ് ചെയ്തിരിക്കുന്നത് വൺ ആൻഡ് ഓൺലി ശ്രീ ദീപക് ദേവ്. ക്യാൻ വി ഹാവ് എ ഹ്യൂജ് റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ ദീപക് ദേവ്. ദീപക് ദേവ് ആശീർവാദുമായിട്ട് കണക്ട് ചെയ്തിട്ടും ഏറ്റവും കൂടുതൽ സിനിമ ചെയ്ത ആർട്ടിസ്റ്റാണ്. ലൂസിഫറിൽ നമ്മൾ കണ്ടതാണ്, എമ്പുരാൻ മാജിക് നമ്മൾ കാണാൻ പോകുന്നതാണ്. I also like to call upon the director of photography, one and only Sri Sujit Vasudev, to kindly join. One of the finest DOPs in the country, Sri Sujit Vasudev. Editor, a maverick editor, Akhilesh Mohan. A round of applause for Akhilesh Mohan. The director of art, Mohan Dasne, വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. I'm sure he's not here, but I would like to mention him. His name is Stan Silva, for all the thrills in Emburan. Even with regard to sounding, I understand Raja Krishnan is doing the mixing at Chennai. അവരുടെ ജോയിൻ ചെയ്യാൻ പറ്റാത്ത ഇപ്പോഴും എമ്പുരാനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ശരിക്കും പേരുണ്ട്. ഒരു ഗംഭീര കൈയടി എമ്പുരാന്റെ ടെക്നിക്കൽ സൈഡ് ഗംഭീരമാക്കാൻ വേണ്ടി പ്രവർത്തിച്ച ഓരോരുത്തരാണ്. നമുക്ക് ഓരോരുത്തരിലേക്കും പോവാം. ആര് ആദ്യം എടുക്കുമെന്ന് പറഞ്ഞ് കൺഫ്യൂഷനിലാണ്. ദീപകേടാ സംസാരിക്കും. Good evening all. Thank you so much for the warm welcome. ലൂസിഫർ കഴിഞ്ഞ് എമ്പുരാൻ എന്നുള്ളൊരു തുടക്കം കുറിച്ചപ്പോൾ തന്നെ പൃഥ്വി പറഞ്ഞു നമുക്ക് ലൂസിഫറിൽ ടെൻഷൻ ഉണ്ടായിരുന്നു, പൃഥ്വിയുടെ ആദ്യത്തെ പടമാണ്. പക്ഷെ എമ്പുരാൻ അതിനേക്കാളും ടെൻഷനാണ്. ഇത് സക്സസ് ആയതുകൊണ്ട് എക്സ്പെക്റ്റേഷൻസ് കൂടുതലാണ് ആൾക്കാർക്ക്. അപ്പം ഡെഫിനറ്റ്ലി നമ്മൾ അതിനനുസരിച്ച് എല്ലാവരെയും എക്സ്പെക്റ്റേഷൻസിൻ്റെ ഒപ്പം നിൽക്കുന്ന രീതിയിലുള്ളൊരു പെർഫോമൻസ് ആണ് എല്ലാവരും ഇതിൽ ചെയ്യുന്നത്. ആൻഡ് ഡെഫിനറ്റ്ലി മ്യൂസിക്കിൽ വർഷങ്ങളായിട്ട് പൃഥ്വിയായിട്ടുള്ളൊരു ബോണ്ടിങ് ഉണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ കരിയറിൽ ഓരോ മാർക്ക് സെറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ പ്രോജക്ട്സിലും ഞാൻ അറിഞ്ഞോ അറിയാതെയോ പൃഥ്വിയുടെ സാന്നിധ്യമുണ്ട്. അപ്പോൾ പൃഥ്വിയുടെ ലൈഫിലും ഡയറക്ടർ ആവുന്ന ഫസ്റ്റ് പ്രോജക്റ്റ് വന്നപ്പം എന്നെ തന്നെ വിളിച്ചതിൽ എനിക്ക് വളരെ സന്തോഷം. പിന്നെ ഡെഫിനറ്റ്ലി അതുപോലെ തന്നെയുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടെന്ന് അറിയാം. ഞങ്ങളുടെ സൈഡിൽ നിന്ന് മാക്സിമം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്ത് തരാൻ ശ്രമിക്കുന്നുണ്ട്. ഐ ഹോപ്പ് യു വിൽ ഓൾ ലവ് ദ മ്യൂസിക് ആൻഡ് ദി ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഓഫ് എമ്പുരാൻ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ആശീർവാദമായിട്ട് ഇതെൻ്റെ മൂന്നാമത്തെ സിനിമയാണ് എമ്പുരാൻ. ആദ്യത്തെ സിനിമ ദൃശ്യം, അത് ജിത്തു മുഖാന്തരം ഞാനും രാജുവും മെമ്മറീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ജിത്തു എൻ്റെ അടുത്ത് ലാൽ സാറിൻ്റെ ഒരു സിനിമ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നത്. മഞ്ഞിരി വിരിഞ്ഞ പൂക്കൾ എന്ന് പറഞ്ഞ സിനിമയിലെ വില്ലനെ കണ്ട് മോഹിച്ച് സിനിമയിലേക്ക് വന്ന എന്നോട് ജിത്തു ചോദിക്കുന്നു ലാൽ സാറുമായിട്ട് ചെയ്യാൻ താല്പര്യമുണ്ടോന്ന്. അങ്ങനെ അതൊരു വലിയ ചരിത്രമായി, വമ്പൻ വിജയമായി. അത് കഴിഞ്ഞ് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തായിട്ടുള്ള പൃഥ്വിരാജ് അദ്ദേഹത്തിൻ്റെ ലൂസിഫറിലേക്ക് വിളിക്കുന്നു. ലൂസിഫറും ഇതുപോലെ വീണ്ടും അടുത്ത ചരിത്ര വിജയമാകുന്നു. ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുന്നു എമ്പുരാനും ആ ചരിത്രം തിരുത്തി കുറിക്കട്ടെ, ലൂസിഫറിൻ്റെ ചരിത്രം തിരുത്തി കുറിക്കട്ടെ, എമ്പുരാൻ വേറൊരു ചരിത്ര വിജയമാകട്ടെ. ആശീർവാദനം. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു. നമസ്കാരം. ഒരുപാട് സന്തോഷം ഈ ഒരു അവസരത്തിൽ. ലൂസിഫർ എന്ന സിനിമയിൽ ഞാനതിൽ അസോസിയേറ്റ് എഡിറ്ററായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്നും ഇപ്പോൾ എമ്പുരാൻ്റെ എഡിറ്ററായി നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷം. അവരവസരം തന്ന ഇത്രയും വലിയൊരു സിനിമ എന്നെ വിശ്വസിച്ചേൽപ്പിച്ച രാജുവേട്ടനോട്, ഈ ഒരു സിനിമ മാത്രമല്ല എന്നെ ഇൻഡിപെൻഡൻ്റ് ആക്കിയത് രാജുവേട്ടനാണ്. രാജുവേട്ടൻ്റെ കൂടെ ഇപ്പോൾ ഒരുപാട് ചിത്രങ്ങൾ ചെയ്തു. അപ്പോൾ ആദ്യം തന്നെ രാജുവേട്ടനോട് നന്ദി പറയുന്നു. 25ാം വർഷത്തിൽ എത്തി നിൽക്കുന്ന ആശീർവാദ് സിനിമാസിനും ലൈക്ക പ്രൊഡക്ഷൻസിനും എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു. എല്ലാവർക്കും സന്തോഷം. ഞാൻ ആശീർവാദിൻ്റെ കൂടെ ഇപ്പോൾ 4ാമത്തെ സിനിമയാണ് ചെയ്യുന്നത്.
രാജേട്ടനോടെ മൂന്നാമത്തെ സിനിമ ഇത് ഒരു വൻ ഹിറ്റാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സന്തോഷം. നമസ്കാരം. താങ്ക് യു എവരിവൺ. ഞാൻ കൂടുതൽ സിനിമയെ പറ്റിയുള്ള വിശേഷങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ നേരെ രാജുവിനെ നോക്കൂ, അല്ലെങ്കിൽ അങ്ങോട്ട് ലാൽ സാറിനെ എല്ലാവരും നോക്കും. അതുകൊണ്ട് നമുക്ക് ഓക്കെ, താങ്ക് യു എവരിവൺ. ഒരു ഗംഭീര കൈയടി ഫോർ the HODs, I would say, of Emburan.